രാമ 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 ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. അധ്യാത്മ രാമായണത്തിൽ ബാലകാണ്ഡത്തിലെ പ്രധാനപ്പെട്ട 3 സംഭവങ്ങളിലൊന്ന് സീതാ സ്വയംവരമാണ്, മറ്റൊന്ന് താടകാവധമാണ്, മൂന്നാമത്തേത് പരശുരാമനുമായിട്ടുള്ള രാമൻ്റെ അഭിമുഖമാണ്. ഈ 3 ഭാഗങ്ങളാണ് ബാലകാണ്ഡത്തിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിൽ സീതാ സ്വയംവരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടീ വണ്ണമരുൾ ചെയ്താൻ, ബാലകന്മാരെ ഭോഗമിഥിലാപുരിക്കു നാം കാലവും വൃഥാ കളഞ്ഞിടുകയരുതല്ലോ. യാഗവും മഹാദേവ ചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും പൊക്കു താതനെ കാണാം. ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകം പുക്കു. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിതെന്നതു കേട്ട നേരം മനസ്സിനിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമസമന്വിതം പൂജാസാധനങ്ങളുമെടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാധാരം പൂണ്ടു നിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും. ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും. കന്ദർപ്പൻ കണ്ടു വന്ദിച്ചീടിന ജഗദേക സുന്ദരന്മാര ആരിവരാരെന്നു കേൾപ്പിക്കണം. നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായിതപ്പോൾ. വിശ്വാമിത്രനും അതു കേട്ടരുൾ ചെയ്തിടിനാൻ, വിശ്വസിച്ചാലും മമ വാക്യം നീ നരപതേ. വീരനാം ദശരഥൻ തന്നുടെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ, ലക്ഷ്മണൻ മൂന്നാമവൻ. എന്നുടെ യാഗം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടു പോന്നീടിനേനിതു കാലം. കാടകം പുക്ക നേരം വന്നൊരു നിശാചരി താടക തന്നെ ഒരു ബാണം കൊണ്ടെയ്തു കൊന്നാൻ. പേടിയും തീർന്നു സിദ്ധാശ്രമം പുക്കു യാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ. ശ്രീപാദാംബുജരജസ്പൃഷ്ടി കൊണ്ടഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ. പരമേശ്വരമായ ചാപത്തെ കാൺമാനുള്ളിൽ പരമാഗ്രഹമുണ്ടു, നീ അത് കാട്ടിയിടണം. ഇത്തരം വിശ്വാമിത്രൻ തന്നുടെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ. സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുൾക്കുരുന്നിങ്കൽ പ്രീതി വർദ്ധിച്ച ജനകനും തന്നുടെ സജീവനെ വിളിച്ചു നിയോഗിച്ചു ചെന്നു നീ വരുത്തേണമീശ്വരനുടെ ചാപം. എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാൻ അന്നേരം ജനകനും കൗശികനോടു ചൊന്നാൻ. രാജനന്ദനായ ബാലകൻ രഘുവരൻ, രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥി, വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ വല്ലഭനിവൻ മമ നന്ദനയ്ക്കെന്നു നൂനം. എല്ലാം ഈശ്വരനെന്നേ ചൊല്ലാവിതെനിക്കിപ്പോൾ വില്ലിഹ വരുത്തിയിടുകെന്നരുൾ ചെയ്തു മുനി. കിങ്കരന്മാരെ നിയോഗിച്ചിതു മന്ത്രീന്ദ്രനും ഹുങ്കാരത്തോടെ വന്നു ചാപവാഹകന്മാരും
സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപമെടുത്തുകൊണ്ടു ചെന്നാൻ. ഖണ്ഡാ സഹസ്രമണി വസ്ത്രാദിവിഭൂഷിതം കണ്ടാലും ത്രയ്യംബകമെന്നിതു മന്ത്രീന്ദ്രനും ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദമുൾക്കൊണ്ടു വന്ദിച്ചിടിനൻ. വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട, കല്യാണമിതുമൂലം വന്നുകൂടിയിടുമല്ലോ. മന്ദഹാസവും പൂണ്ടു രാഘവനതു കേട്ടു മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം. ജ്വലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം. നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളുമൊന്നു മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ, വാദ്യങ്ങളും മംഗലസ്തുതികളും. ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സേവിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ. ജനകൻ ജഗത് സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ഗാഠാശ്ലേഷവും ചെയ്താനല്ലോ. ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ. മൈഥിലിമയിൽ പേട പോലെ സന്തോഷം പൂണ്ടാൾ. കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും. മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ച സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ. സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദമർണോജനേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ. നേത്രോൽപലമാലയുമിട്ടാൾ മുന്നേ, പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിടിനാൾ. മാലയും ധരിച്ചു നീലോൽപല കാന്തി തേടും ബാലകൻ ശ്രീരാമനുമേറ്റവും വിളങ്ങിനാൻ. ഭൂമി നന്ദനയ്ക്കനുരൂപനായി ശോഭിച്ചിടും ഭൂമിപാലക ബാലൻ തന്നെ കണ്ടവർകളും ആനന്ദാംബുധി തന്നിൽ വീണുടൻ മുഴുകിനാർ. മാനവവീരൻ വാഴ്കെന്നാശിയും ചൊല്ലിയിടിനാർ. മാനവവീരൻ വാഴ്കെന്നാശിയും ചൊല്ലിയിടിനാർ. എല്ലാവരും ആഗ്രഹിച്ച, ദേവലോകത്തെ മുഴുവൻ ദേവന്മാരും ആഗ്രഹിച്ച ഒരു മഹാമുഹൂർത്തം വന്നു ചേർന്നിരിക്കുന്നു. രാമൻ മൈഥിലിയെ വരിച്ചിരിക്കുന്നു. ഇനി അങ്ങോട്ട് സന്തോഷത്തിൻ്റെ നാളുകളാണെന്ന് നമുക്ക് കരുതാം. അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും വന്നിച്ചു ചൊന്നാനിനി കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടേണം ദൂതന്മാരെ സത്വരം ദശരഥഭൂപനെ വരുത്തുവൻ. വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കു വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചിതു. വിശ്രമത്തോടു നടകൊണ്ടിതു ദൂതന്മാരും. സാകേതപുരി പുക്കു ഭൂപാലൻ തന്നെ കണ്ടു. ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും. സന്ദേശം കണ്ടു പങ്ക്തിസ്യന്തൻ താനും അതിനില്ല സന്ദേഹമില്ല പുറപ്പെടുകെന്നുര ചെയ്തു. അഗ്നിമാനുപാധ്യായനാകിയ വസിഷ്ഠനും പത്നിയാം അരുന്ധതി താനുമായി പുറപ്പെട്ടു. കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവയോഗ്യവാദ്യഘോഷങ്ങളോടും മിഥിലാപുരമകം പുക്കിതു ദശരഥൻ. മിഥിലാധിപൻ താനും ചെന്നെതിരേറ്റുകൊണ്ടാൻ. അങ്ങനെ വിവാഹ വാർത്ത ദശരഥനെ അറിയിച്ച് ദശരഥൻ പരിവാരസമേതം ഇങ്ങോട്ട് വരികയാണ് മിഥിലയിലേക്ക്.
ഇനി പരിവാരങ്ങളെയും കൂട്ടി നേരെ തിരിച്ചുള്ള യാത്രയാണ്. ആ യാത്രയ്ക്കിടയിലാണ് ഏറ്റവും വിശിഷ്ടമായൊരു സംഭവം നടക്കുന്നത്. അത് രണ്ട് രാമന്മാർ കണ്ടുമുട്ടുന്ന ഒരു സമയം. അതിനും ഒരു പ്രത്യേക പദ്ധതി രൂപവൽക്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാമന്മാർ കണ്ടുമുട്ടുന്നത്. മഹാകവിക്ക് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ടായിരിക്കണം. രാമനും അയോധ്യ രാമനും ഭൃഗുരാമനും കണ്ടുമുട്ടുന്നതിൽ ഒരു പദ്ധതിയുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ, ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകെന്നാൻ. മന്നവ കുറഞ്ഞോരു ഭീതിയുണ്ടാകുമിപ്പോൾ, പിന്നീടം അഭയവുമുണ്ടാമെന്നറിഞ്ഞാലും. യാത്രക്കിടയിൽ ദുർനിമിത്തങ്ങൾ കണ്ടപ്പോൾ ദശരഥന് തന്നെ വല്ലാതെ പരിഭ്രമമുണ്ടായി. ദശരഥൻ ചില്ലറക്കാരനല്ല, ദേവലോകത്ത് ചെന്ന് യുദ്ധം ചെയ്ത് ജയിച്ചു വന്ന ആളാണ്. എന്നിരിക്കലും ഈ കാലദേശങ്ങൾക്കുണ്ടാകുന്ന വ്യത്യാസം ആരുടെ ഉള്ളിലും സംഭ്രമമുണ്ടാക്കും. ദശരഥന് സംഭ്രമമുണ്ടായി. അതിന് മറുപടിയായിട്ട് വിശ്വാമിത്ര മുനി പറയുകയാണ്, ഭയപ്പെടേണ്ടതില്ല എല്ലാത്തിനും. വസിഷ്ഠൻ പറയുകയാണ്, ഭയപ്പെടേണ്ടതില്ല, എല്ലാത്തിനും ശമനമുണ്ടാവും. ഇത്തരം വിധിസുതനരുളി ചെയ്യും നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും നീലനീരതനിഭവ നിർമ്മലവർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ ബടവാനലസമൻ. ആ ഒരു വരവ് തന്നെ കൊടുങ്കാറ്റ് പോലെയാണ്. അത് വല്ലാത്തൊരു വർണ്ണനയാണ്. നീലനീരതനിഭ നിർമ്മല വർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ ബടവാനലസമൻ. ക്രുദ്ധനായി പരശുബാണാസനങ്ങളും പൂണ്ടു പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാധ്വസം വീണു നമസ്കാരവും ചെയ്താൻ. ബുദ്ധിയും കെട്ടുനിന്നു മറ്റുള്ള ജനങ്ങളും. വലിയൊരു ആപത്ത് വരാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞ ദശരഥൻ ഭൃഗുരാമൻ്റെ കോപം ശമിപ്പിക്കാൻ വേണ്ടി ആ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുകയാണ്. അങ്ങ് കോപിക്കാതിരുന്നാലും എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും കേൾക്കാൻ ഭാർഗവരാമൻ തയ്യാറല്ല. ആർത്തനായി പന്തിരഥൻ ഭാർഗവരാമൻ തന്നെ പേർത്തു വന്ദിച്ചു ഭക്ത്യാ. കീർത്തിച്ചാൻ പലതരം കാർത്യവീരാരേ. പരിത്രാഹി മാം തപോനിധേ മാർത്താണ്ഡകുലം പരിത്രാഹി മാം കാരുണ്യാംബുധേ. ക്ഷത്രിയാന്തക പരിത്രാഹി മാം ജമദഗ്നിപുത്രാ. മാം പരിത്രാഹി രേണുകാത്മജാ വിഭോ. പരശുബാണേ പരിപാലയ കുലം മമ പരമേശ്വര പ്രിയ പരിപാലയ നിത്യം. പാർത്ഥിവ സമുദായ രക്തതീർത്ഥത്തിൽ കുളിച്ചാസ്തയാ പിതൃഗണ തർപ്പണം ചെയ്ത നാഥ കാത്തുകൊള്ളുക തപോവാരിധേ ഭൃഗുപതേ. കാൽത്തളിരിണ തവ ശരണം മമ വിഭോ. ഇത്തരം ദശരഥൻ ചൊന്നതാദരിയാതെ ബദ്ധരോഷേണ വന്നിജ്വാല പൊങ്ങിയിടും വണ്ണം വക്ത്രവും മധ്യാന്നാർക്കമണ്ഡലം പോലെ ദീപ്ത്യാ സത്വരം ശ്രീരാമനോടരുളി ചെയ്തിടിനാൻ. ഈ സ്തുതി വാഴ്ത്തലുകളിലൊന്നും ഭൃഗുരാമൻ വീഴുന്നില്ല. അതീവ ക്രുദ്ധനായിക്കൊണ്ട് അദ്ദേഹം വഴിമുടക്കിക്കൊണ്ട് നിൽക്കുകയാണ്. രാമനോട് അതിശക്തമായ ഭാഷയിൽ സംസാരിക്കുകയാണ്. ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ. എന്തൊരു അഹങ്കാരമാണത്. മനുഷ്യജീവിതത്തിൽ നാം പഠിക്കേണ്ടുന്നൊരു പാഠമുണ്ട്. ജീവിതത്തിൽ അഹങ്കാരത്തെ ത്യജിക്കാതെ ഒരടി പോലും നിങ്ങൾക്ക് മുന്നിലേക്ക് പോകാൻ കഴിയില്ല. ഇവിടെ സർവശക്തനായിരുന്നിട്ട് കൂടി രാമൻ്റെ മുന്നിൽ കീഴടങ്ങേണ്ടി വരുന്നുണ്ട് ഭൃഗുരാമന്. ഇത് നമ്മൾ കാണുകയാണ്. അഹങ്കാരം ഒന്ന് മാത്രമാണ് അതിന് കാരണം. ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ നില്ലുനില്ലരക്ഷണമെന്നോട് യുദ്ധം ചെയ്യുവാൻ വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ. നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ഡിച്ചതെൻ്റെ കയ്യിലുണ്ടൊരു ചാപം. വൈഷ്ണവം മഹാസാരം ക്ഷത്രിയ കുലജാതനാകിൽ നീ ഇതുകൊണ്ടു സത്വരം പ്രയോഗിക്കിൽ നിന്നോട് യുദ്ധം ചെയ്വൻ.
അല്ലായെങ്കിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹമെനിക്കെന്നതു ധരിച്ചാലും. ക്ഷത്രിയ കുലാന്തകൻ ഞാനെന്നതറിഞ്ഞിലേ, ശത്രുത്വം നമ്മിൽ പണ്ടു പണ്ടേയുണ്ടെന്നോർക്ക നീ. രേണുകാത്മജനേവം പറഞ്ഞോരനന്തരം ക്ഷോണിയും പാരമൊന്നു വിറച്ചു ഗിരികളും. അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും, സിന്ധുവാരിയുമൊന്നു കലങ്ങി മറഞ്ഞിതു. ഇതൊരു മാറ്റമാണ് പ്രകൃതിയിൽ പോലും വന്നിരിക്കുന്നത്. അത്രയും ക്രുദ്ധനായി നിൽക്കുകയാണ് പരശുരാമൻ. പരശുരാമന് മുന്നിൽ പ്രകൃതി പോലും വല്ലാതെ പരിഭ്രമിച്ചു നിൽക്കുകയാണ്. എന്തോന്നു വരുന്നിതെന്നോർത്തു ദേവാദികളും ചിന്ത പൂണ്ടുഴന്നിതു താപസവരന്മാരും. പങ്ക്തി സ്യന്തനൻ ഭീതി കൊണ്ടു വേഭതു പൂണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ച തനയനും. അവിടെയാണ് രാമൻ വ്യത്യസ്തനാവുന്നത്. ശ്രീരാമൻ വ്യത്യസ്തനാവുന്നത് ഇവിടെയാണ്. മുഗ്ധഭാവവും പൂണ്ടു രാമനാം കുമാരനും ക്രുദ്ധനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു. നോക്കൂ, സാത്വിക ഭാവം എങ്ങനെയാണെന്ന് നോക്കൂ. ക്രുദ്ധനായ പരശുരാമനോട് തിരിച്ച് ക്രുദ്ധനാവുകയല്ല രാമൻ, ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഏറ്റവും ശാന്തമായ ഭാവത്തിൽ മറുപടി പറയാം. നമ്മൾ ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു പാഠമാണ്. നമ്മെ എതിർക്കുന്നവരോട്, ക്രോധത്തോടെ വരുന്നവരോട് തിരിച്ച് ക്രോധം തന്നെയല്ല ആയുധം. ഏറ്റവും സമാധാനത്തിൽ, ശാന്തിയിൽ, ഒരു മന്ദസ്മിതത്തോടെ പറഞ്ഞു നോക്കൂ. പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കാം. നോക്കാം. ചൊല്ലിരും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തോന്നുള്ളതു തപോനിധി. സ്വാശ്രമകുലധർമ്മമെങ്ങനെ പാലിക്കുന്നു. നിന്തിരുവടി തിരുവുള്ളത്തിലേറുന്നതിനന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ. അന്ധനായിരിപ്പോരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും. ക്ഷത്രിയ കുലത്തിങ്കൽ ഉത്ഭവിക്കയും ചെയ്തേൻ, ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും. ശത്രുമിത്രോദാസീന ഭേദവും എനിക്കില്ല, ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ. അന്ധകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിതം. അതുമൂലം വില്ലിങ്ങു തന്നാലും ഞാനാകിലോ കുലച്ചീടാം, ഇല്ലെങ്കിൽ തിരുവുള്ളക്കേടുമുണ്ടാകവേണ്ട. അഹങ്കാരം ലേശം പോലുമില്ലാതെ ഏറ്റവും വിനയാന്വിതനായിക്കൊണ്ട് രാമൻ പറയുകയാണ്, ഞാൻ എന്തു ചെയ്യാൻ, ഞാൻ ക്ഷത്രിയ കുലത്തിൽ ജനിച്ചു, ഞാൻ അങ്ങയുടെ ശത്രുവാകാൻ ആഗ്രഹിച്ചിരുന്നില്ല, പക്ഷേ അങ്ങനെ സംഭവിച്ചു. എനിക്ക് അസ്ത്രശസ്ത്രങ്ങളിൽ പാണ്ഡിത്യമുണ്ട്, പ്രാവീണ്യമുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് മാത്രമേ രാമൻ പറയുന്നുള്ളൂ. അതാണ് ഭാർഗവരാമനും ശ്രീരാമനും തമ്മിലുള്ള വ്യത്യാസം. ഇത് രണ്ടും നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നെ സാത്വിക ഭാവവും രാജസഭാവവും ഉണ്ട്. അതേതാണ് കൂടുതൽ പ്രകാശിക്കേണ്ടത് എന്നുള്ള തീരുമാനത്തിൽ നാം എത്തുക വേണ്ടി. സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതി രാമൻ, കന്ദർപ്പകളേപരൻ കഞ്ചലോചനൻ പരൻ, ചന്ദ്രചൂടാരമിന്ദ മന്ദിര മഹേന്ദ്രാദിവൃന്ദാരകേന്ദ്ര മുനിവൃന്ദ വന്ദിതൻ ദേവൻ. മന്ദഹാസവും പൂണ്ടു വന്ദിച്ചു മന്ദേതരം നന്ദിച്ചു ദശരഥ നന്ദനൻ വില്ലും വാങ്ങി നിന്നരുളുന്ന നേരമീരേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ്സു കാണായി വന്നു. കുലച്ചു ബാണമേഘമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതുചിതശ്രമം. ചോദിച്ചു ഭൃഗുപതി തന്നോടു രഘുപതി മോദത്തോടരുളി ചെയ്തിടണം ദയാനിധേ. മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമ, ലക്ഷ്യം കാട്ടിത്തന്നീട വേണം. ഇനിയിപ്പോ ആയുധം കയ്യിൽ എടുത്തിരിക്കുന്നു, ഇതിനുള്ള ലക്ഷ്യം അങ്ങ് നിർണയിച്ച് തരിക തന്നെ വേണം, അല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് രാമൻ പറയാം. ശ്രീരാമവചനം കേട്ട നേരം
ഭാർഗവനും ആരൂഢാനന്ദമതിനുത്തരമരുൾ ചെയ്തു. ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപദേ, ശ്രീരമണാത്മാ രാമ ലോകാഭിരാമ രാമ, ശ്രീരാമ സീതാഭിരാമാനന്ദാത്മകാ വിഷ്ണു, ശ്രീരാമ രാമ രമാരമണ രഘുപതേ, ശ്രീരാമ രാമ പുരുഷോത്തമദയാനിധേ, ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയ ഹേതുമൂർത്തേ, ശ്രീരാമ ദശരഥനന്ദന ഋഷികേശ, ശ്രീരാമ രാമ കൗസല്യാത്മജാഹരേ. എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജവിലോചന കാരുണ്യവാരാനിധി, ചക്രതീർത്ഥത്തിങ്കൽ ചെന്നെത്രയും ബാല്യകാലേ ചക്രപാണിയെ തന്നെ തപസ്സു ചെയ്തേൻ ചിരം. ഉഗ്രമാം തപസ്സുകൊണ്ടിന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചനുദിനം സേവിച്ചേൻ ഭഗവാനെ. വിഷ്ണു കൈവല്യമൂർത്തി ഭഗവൻ നാരായണൻ, ജിഷ്ണു സേവിതൻ ഭജനീശ്വരൻ നാഥൻ. മാധവൻ പ്രസാദിച്ചു മൽപുരോഭാഗേ വന്നു സാദരം പ്രത്യക്ഷനായ അരുളി ചെയ്തിടിനാൻ. ഉത്തിഷ്ഠോത്തിഷ്ഠ ബ്രഹ്മൻ തുഷ്ടോഹം തപസാതെ, സിദ്ധിച്ചു സേവാഫലം നിനക്കെന്നറിഞ്ഞാലും കർത്തവ്യം പലതുണ്ടു ഭവതാ ഭൃഗുപതേ കൊല്ലണം പിതൃഹന്താവാകിയ ഹേഹയനെ. ചൊല്ലെഴും കാർത്യവീരാർജുനനാം നൃപേന്ദ്രനെ വല്ല ജാതിയും അവൻ മൽക്കലാംശജനല്ലോ, വല്ലഭം ധനുർവേദത്തിനവനേറുമല്ലോ. ക്ഷത്രിയ വംശം 21 പരിവൃത്തി യുദ്ധേ നിഗ്രഹിച്ചു കശ്യപനുദാനം ചെയ്യുക. ഇങ്ങനെ വലിയൊരു സന്ദർഭത്തെ നമ്മൾ കണ്ടുമുട്ടുകയാണ് രാമായണത്തിൽ. രഘുരാമൻ്റെ അഹങ്കാരത്തെ ശമിപ്പിച്ചുകൊണ്ട് രാമൻ്റെ മുന്നേറ്റമാണ്. ഇനി അങ്ങോട്ടുള്ള ഭാഗം വളരെ ശ്രദ്ധയോടുകൂടി പാരായണം ചെയ്യുന്ന ഭാഗമാണ്. ഗാർഹസ്ഥ്യത്തിലേക്ക് രാമൻ പ്രവേശിക്കുകയാണ്. സീതയുമായി അയോധ്യയിലേക്കുള്ള മടക്കയാത്രയാണ്. രാമ ലക്ഷ്മണന്മാർ അച്ഛനമ്മമാരോടൊപ്പം അയോധ്യയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനിയുള്ള കാഴ്ചകൾ അയോധ്യയിലാണ്. ബാലകാന്ഡം പൂർത്തിയായി അയോധ്യാകാന്ഡത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. താർമകൾ കൻപുള്ള തത്തേ വരികെടോ, താമസശീലമകറ്റേണമാശു നീ. രാമദേവൻ ചരിതാമൃതമിന്നിയുമാമോദമുൾക്കൊണ്ടു ചൊല്ലൂ സരസമായി. എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ, പങ്കമെല്ലാം അകലും പല ജാതിയും. സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജനേത്രൻ കഥകൾ കേട്ടിടിനാൻ. രാമൻ്റെ കഥകൾ കേട്ടാൽ സങ്കടം ഒരിക്കലും ഉണ്ടാവില്ല എന്ന് അയോധ്യാകാന്ഡത്തിൻ്റെ ആരംഭഘട്ടത്തിൽ കവി പറയുകയാണ്. അപ്പം എപ്പോഴും മനസ്സിൻ്റെ ദുഃഖത്തെ ഇല്ലാതാക്കാൻ, ശാന്തി ലഭിക്കാൻ, മനസ്സിനൊരു ആനന്ദം ലഭിക്കാൻ രാമനെ തന്നെ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക എന്ന്, രാമകഥകൾ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ള സൂചനയാണ് ആദ്യം തന്നെ നമുക്ക് ലഭിക്കുന്നത്. ഭാർഗവിയാകിയ ജാനകി തന്നെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ, ഭാർഗവൻ തന്നെ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ടയോധ്യാപുരി പുക്കു. താതനോടും നിജമാതൃതനത്തോടും ധാതൃസുതനം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടും ഒന്നിച്ചു മേദിനി പുത്രിയാം ഭാമിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനിയകം പുക്കു. വന്നിതു സൗഖ്യം ജഗത്തിനു രാഘവൻ തന്നെ നാനാഗുണഗണം കാണുകയാൽ. രുദ്രൻ പരമേശ്വരൻ ജഗദീശ്വരൻ കദ്രുസുതഗണഭൂഷണഭൂഷിതൻ ചിദ്രൂപൻ അദ്വയൻ മൃത്യുഞ്ജയൻ പരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ജനൻ. രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമഭദ്രകഥാമൃതസാരം കൊടുത്തപ്പോൾ വിദ്രുമതുല്യാധരിയായ ഗൗരിയാമദ്രിസുതയും ആനന്ദ വിവശയായി. ഭർതൃപാദപ്രണാമം ചെയ്തു സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവമരുൾ ചെയ്തു നാരായണൻ നളിനായതലോചനൻ നാരീജന മനോമോഹനൻ മാധവൻ
നാരദസേവ്യൻ നളിനാസനപ്രിയൻ നാരകാരാതി നളിന ശരഗുരുനാഥൻ നരസഖൻ നാനാജഗന്മയൻ നാദവിദ്യാത്മകൻ നാമസഹസ്രവൻ നാളീകരമ്യവദനൻ നരകാരി നാളീകബാന്ധവ വംശസമുദ്ഭവൻ ശ്രീരാമദേവൻ പരമൻ പുരുഷോത്തമൻ കാരുണ്യവാരിധി കാമഫലപ്രദൻ രാക്ഷസവംശ വിനാശനകാരണൻ സാക്ഷാൽ മുകുന്ദനാനന്ദപ്രദൻ പുമാൻ ഭക്തജനോത്തമ ഭുക്തിമുക്തിപ്രദൻ ശക്തി വിമുക്തൻ വിമുക്തഹൃദി സ്ഥിതൻ വ്യക്തനവ്യക്തൻ അനന്തനാമയൻ ശക്തിയുക്തൻ ശരണാഗതവത്സലൻ നക്തഞ്ചരേശ്വരനായ ദശാസ്യനു മുക്തി കൊടുത്തവൻ തൻ്റെ ചരിത്രങ്ങൾ നക്തന്തിവം ജീവിതാവധി കേൾക്കിലും തൃപ്തി വരാ മമ വേണ്ടീല മുക്തിയും. എത്ര കാലം തന്നെ രാമകഥ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നാലും അതൊരിക്കലും മതിയാവില്ല. നമുക്ക് ജീവിതത്തിൻ്റെ മുക്തിക്ക് കൈവല്യത്തിന് വേണ്ടി രാമകഥ കേട്ടുകൊണ്ടേയിരിക്കുക എന്നുള്ള ഒരു ഉപദേശം ലഭിക്കുന്ന ഒരു ഭാഗത്ത് നമുക്ക് ഇന്നത്തെ പാരായണം ഉപസംഹരിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.